ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ പിച്ചി ആൻഡ് ആര്യ, പിന്നെ നമ്മുടെ കൂടെ ആശിഷ് ഏട്ടനുണ്ട്. ആശിഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ കൂടെയാണ്. ഒരു ബ്രദർഹുഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു ടൈപ്പാണ് ആൾ. ആര്യയും പിപ്പിയും തകർത്ത് ഡാൻസ് കളിക്കുകയാണ് സ്റ്റെപ്പിനനുസരിച്ചിട്ട്. പിപ്പിൻ്റെ ഒറിജിനൽ നെയിം അശ്വനി എന്നാണ്. ഞാനവളെ ഇനീഷ്യലായിട്ട് അശ്വനി പിപ്പി എന്നുള്ളതുകൊണ്ട് പിപ്പിച്ചി വിളിക്കും. മറ്റേത് ആര്യ കണ്ണൂർക്കാരിയല്ല, ട്രിവാൻഡ്രമാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി അവൾ അവിടെ നിന്ന് വന്നതാണ്. കുറച്ച് ഡേ ആയി നമ്മുടെ കൂടെ തന്നെയുണ്ട് ആൾ. മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യുമ്പോഴും പോസ്റ്റ് ചെയ്യാൻ നമ്മുടെ പിള്ളേരെ മറക്കില്ല. കൂടെ എൻ്റെ കുറച്ച് പ്രഹസനങ്ങളും കാണാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഇരിട്ടിയുടെ പ്രകൃതി രമണീയമായ എടക്കാനെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇരിട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഒരു വെയിലൊക്കെ താഴെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഈവനിങ് ടൈമിൽ ഇതുപോലുള്ള ഒരു പ്ലേസസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളിയാണ്. സത്യമായിട്ടും എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പച്ചപ്പും ചെറിയ തടാകം രീതിയിലുള്ള പുഴയും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാട് പോലെയാണ്. പക്ഷേങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ലതാണ്. അവിടെ എന്തോ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഓട്, താഴോട്ടേക്ക് ഓട്. സേവ് ദി ഡേറ്റിൻ്റെ ഷൂട്ട് പോലെയാണ് രണ്ടുപേരും തോളത്തൊക്കെ കയറി നിന്നിട്ട് ഷൂട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനും പിപ്പിച്ചും ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. സത്യമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ആസ്വദിക്കുക വ്യൂസ്. അപ്പോൾ അതിൻ്റെ ക്യാപ്പിൽ ഞാനും പിപ്പിയും കൂടിയിട്ട് ഡാൻസൊക്കെ കളിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. പറ്റുമെങ്കിൽ എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യും. മൈൻഡൊക്കെ ഫ്രീ ആകും. നല്ലൊരു കാറ്റും നല്ലൊരു വൈബൊക്കെ ഉള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഡാൻസൊക്കെ കളിക്കുക അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെയുള്ള ചെറിയ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. വലിയ ആഴമൊന്നുമില്ല, പക്ഷേങ്കിൽ എന്നാലും മുട്ട് വരെയൊക്കെ ഉള്ളൂ വെള്ളമൊക്കെ. നമ്മൾ അധികം സെൻട്രലിലോട്ട് പോയിട്ടില്ല. നമ്മൾക്ക് ഈ മരം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാനും പിപ്പിയും കൈ പിടിച്ച്, പിപ്പി അതിൻ്റെ ഇടയ്ക്ക് പോസൊക്കെ ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പതുക്കെ ചെറിയ കല്ലും മുള്ളും മീനൊക്കെ ഉണ്ട്, മീനിൻ്റെ കടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. അവിടുന്ന് ആശിഷേട്ടൻ ആര്യൻ്റെ ഷൂട്ട്സൊക്കെ ചെയ്യുന്ന. ആര്യ മരത്തിൻ്റെ മേലെ കുരങ്ങനിരുന്ന പോലെയൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിൽ കയറാൻ കുറച്ച് പാടാ, അവിടെ നിന്ന് ഇങ്ങനെ വഴുതി വീഴുന്നുണ്ട്. ബട്ട് അവളെങ്ങനെയോ കയറി നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നിട്ട് പോസ് ചെയ്യുന്നുണ്ട് കുട്ടി. അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ട്സും ഡാൻസിൻ്റെ റീൽസൊക്കെ എടുത്ത് നമ്മൾ യാത്ര പറയുകയാണ്.
ആര്യ ഓടുകയാണ്. അപ്പോൾ ഷൂസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കാറിൻ്റെ അടുത്ത് വന്നു. കാലിൽ മൊത്തം ചളിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്ന എല്ലാവരും പറ്റുമെങ്കിൽ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുക. നല്ല അടിപൊളി പ്ലേസാണ്. മൈൻഡൊക്കെ നല്ല ഫ്രീ ആണ്. വൈകുന്നേരങ്ങളിൽ മക്കളുമായിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ഇവിടെ വന്നിരിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഞാൻ അടുത്ത വ്ളോഗായിട്ട് വരും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം. അപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.